നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തി ഇന്നത്തെ ദിവസം ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഒരു റീഡിംഗ് ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട്. നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ടുകളയുക. നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് ഒരിക്കലും അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്കും ഇത് റെസൊണേറ്റ് ആവാൻ തുടങ്ങുന്നതുമായിരിക്കും. ആദ്യം പറഞ്ഞല്ലോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്നുള്ളത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പേഴ്സണലായിട്ട്, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും അത് കരിയറിലാവാം, എന്ത് കാര്യങ്ങളിലാവാം, അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ഓം നമഃ ശിവായ. ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് 5 ഓഫ് പെൻറ്റക്കിൾസ്, ഏസ് ഓഫ് കപ്സ്, ദ ലവേഴ്സ് കാർഡ്, ജഡ്ജ്മെൻറ്റ് കാർഡ്, 9 ഓഫ് സോർഡ്സ്, ദ സൺ കാർഡ്, 2 ഓഫ് സോർഡ്സ്, ദ ഫൂൾ കാർഡ്, ദ ഹെയറോഫൻറ്റ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് ആണ്. നമുക്ക് റീഡിംഗ് നോക്കാം. ഇന്നത്തെ ദിവസം നിങ്ങളുടെ വ്യക്തിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലായതായിട്ട് കാണുന്നുണ്ട്. അതായത് അവർ ഇത്രയും കാലം വിശ്വസിച്ചിരുന്ന ഏതൊക്കെയോ വ്യക്തികൾ അവരെ ചതിച്ചതായിട്ടും അവരുടെ മറ്റുള്ള വ്യക്തികളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ചീറ്റിംഗ് നേരിട്ടതായിട്ടും കാണുന്നുണ്ട്. ആ ഒരു ചീറ്റിംഗ് നേരിട്ടത് കൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് മാനസികമായിട്ട് നല്ല ഒരു വിഷമത്തിൽ കൂടി കടന്നു പോകുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ആക്ച്വലി നിങ്ങളുടെ വ്യക്തി ഇവിടെ നേരിട്ടിരുന്ന ആ ഒരു വിഷമം എന്ന് പറയുന്നത് നിങ്ങൾക്കതൊരു പോസിറ്റീവായിട്ട് വരുന്ന കാര്യമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞല്ലോ, അത് ഒരാളാവാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പേരാവാം. അവരൊക്കെ നിങ്ങളുടെ പേഴ്സണെ സാമ്പത്തികമായിട്ട് ചതിച്ചതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ചതിച്ചത് കൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും അവർ നേരിടുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളെന്ന വ്യക്തി നിങ്ങളുടെ പേഴ്സണിന് കൊടുത്തിരുന്ന ആ ഒരു ഉപദേശവും വാണിങ്ങും ഒക്കെ അവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ വ്യക്തിക്ക് വലിയൊരു പാഠം കിട്ടിയതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. ഈ ഒരു തേർഡ് പേഴ്സണിൽ ഇത്രയും കാലവും വിശ്വസിച്ചിരുന്നതൊക്കെ തെറ്റായി പോയിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങളുടെ വ്യക്തിക്ക് വന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുമായിട്ട് കംപ്ലീറ്റ്ലി ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് സിറ്റുവേഷനാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ വന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തകളെല്ലാം അതായത് നിങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തിരുന്ന സമയവും നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നിരുന്ന മാറ്റങ്ങളും അവരനുഭവിച്ചിരുന്ന സന്തോഷവും ഇതെല്ലാം നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിനാണ് അവർക്ക് താല്പര്യം എന്നും ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ അത് ഡിവോഴ്സ് എന്നുള്ളൊരു വക്കിലെത്തി, അല്ലെങ്കിൽ നിങ്ങൾ ഡിവോഴ്സ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റീമാരേജിന് ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളെ ഒരു പക്ഷേ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ഒരു ഫോൺ കോൾസോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ ഇവിടെ ലഭിക്കാം എന്നും ഇവിടെ ഒരു സൈൻ കാണുന്നുണ്ട് കേട്ടോ. അത് ഒരുപക്ഷെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തികൾ മൂലമോ ആ ഒരു പേഴ്സൻ്റെ മനസ്സിലുള്ള കാര്യം നിങ്ങളെ അറിയിക്കാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് ഇന്ന് സ്വസ്ഥതയില്ലാത്ത ഒരു ദിവസമായിരിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ രാത്രികളിൽ, അതായത് ഇന്നത്തെ ദിവസം രാത്രിയിൽ അവർക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ സാധിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ തള്ളിപ്പറഞ്ഞതും നിങ്ങളുമായിട്ടുണ്ടാക്കിയ കലഹങ്ങളും നിങ്ങളെ വേണ്ട എന്ന് വെച്ചിരുന്ന ആ ഒരു സിറ്റുവേഷനും നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ആയപ്പോൾ നിങ്ങൾ അനുഭവിച്ച ആ ഒരു വേദനയും, നിങ്ങൾ എന്ന വ്യക്തി ഈ ഒരു പേഴ്സൻ്റെ പിന്നാലെ നടന്ന് കാല് പിടിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറരുത് എന്നൊക്കെ പറഞ്ഞ ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വ്യക്തിയെ ഹോണ്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അവരൊരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു തേർഡ് പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് നിങ്ങളെപ്പോലും തള്ളി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു തേർഡ് പേഴ്സൺ അവരെ ചീറ്റ് ചെയ്യുന്നെന്നുള്ളൊരു കാര്യമൊക്കെ മുൻകൂട്ടി പറഞ്ഞപ്പോഴത്തേക്ക് അതൊന്നും കണക്കിലെടുക്കാതെ
നിങ്ങളെ തള്ളിപ്പറഞ്ഞത്, നിങ്ങളുമായിട്ട് വഴക്കുണ്ടാക്കിയ കാര്യങ്ങളെല്ലാം ഓർത്ത് നിങ്ങളുടെ വ്യക്തി വിഷമിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ നിന്നാവാം സാമ്പത്തികമോ സ്വർണമോ ഈ ഒരു തേർഡ് പേഴ്സൺ ഈ വ്യക്തികൾക്ക് കൊണ്ട് കൊടുത്തത്. അപ്പോൾ അതും നഷ്ടപ്പെട്ട ഒരവസ്ഥയിലിരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഇനി എന്ത് പറയും എന്നൊക്കെ ഓർത്തിട്ട് അവർ ദുഃഖം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ഈ ഒരു തേർഡ് പേഴ്സണിനെ നിങ്ങളുടെ വ്യക്തി ശരിക്കും വിശ്വസിച്ചിരുന്നു. അവരിൽ നിന്നും ഈ ഒരു ചതി അവർക്ക് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ ഇനി ആരെയും വിശ്വസിച്ചില്ല, ഒരു മനുഷ്യരെയും അവർ വിശ്വസിച്ചില്ലെങ്കിലും നിങ്ങളെ വിശ്വസിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അവർ സത്യങ്ങൾ കൂടുതൽ അറിയണമെന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ്. നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് വേദനകൾ വന്നിട്ടുണ്ടെങ്കിലും ആ വേദനകളെല്ലാം നിങ്ങളിലേക്ക് നിങ്ങളുടെ വ്യക്തി വരുവാൻ വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സ് കൊടുത്തിട്ടുള്ള ഒരു സയൻസ് ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളിലേക്ക് മടങ്ങി എത്തുവാൻ വേണ്ടിയിട്ട് ആരുടെത്തെങ്കിലും ഈ ഒരു വ്യക്തി ഉപദേശം തിരക്കുവാണെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ വ്യക്തിക്ക് തടസ്സം നിൽക്കുകയാണെങ്കിലോ നിങ്ങളിലേക്ക് വരാനുള്ള, അതൊന്നും വകവയ്ക്കാതെ നിങ്ങളിലേക്ക് തന്നെ തിരിച്ച് മടങ്ങി എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള തെറ്റിദ്ധാരണകളും നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് നിങ്ങളെന്ന വ്യക്തി അവരുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടാകും. പക്ഷെ അവരൊന്നും അത് കേൾക്കാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ കംപ്ലീറ്റ് അത് പറഞ്ഞു തീർക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിങ്ങളുടെ വ്യക്തി എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും അതായത് ഒരു മീഡിയേറ്ററിനെ വെച്ചിട്ട് ചിലപ്പോൾ തീർക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമായിരിക്കാം. അതൊക്കെ ഈ ഒരു വ്യക്തി അതിനൊക്കെ മുൻകൈ എടുത്തിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കണം എന്നുള്ള ഒരു തീരുമാനം എടുത്തതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം ഒരു കമ്മ്യൂണിക്കേഷനാണ്, ഒരു തുറന്ന സംസാരം, ആ ഒരു മനസ്സ് തുറന്നുള്ളൊരു സംസാരം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ തുറന്നുള്ളൊരു സംസാരത്തിൽ അത് തീരാവുന്നതേ ഉള്ളൂ. ഇതിനകത്ത് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഉടനെ തന്നെ ലഭിക്കാം. കാരണം അവർ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളെ കോൾ ചെയ്യും അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കും. അത് ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നടക്കാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സംസാരം ഉണ്ടല്ലോ, അതായത് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യേണ്ട നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു മീഡിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഒരു കൗൺസിലർ അവരുടെ അടുത്ത് പോയിട്ട് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കുറച്ച് പ്രായം ചെന്ന ആരുടെത്തെങ്കിലും പോവുക. ഇപ്പോൾ സൈക്കോളജിസ്റ്റ് ആവാം, ആരും ആവാം. പ്രായം കുറഞ്ഞവരാണെങ്കിൽ കുറച്ച് അതിനകത്ത് ചെറിയ ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. കുറച്ച് പ്രായം ചെന്നവരുടെ അടുത്ത് തന്നെ പോവുക. അവർക്കാവുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഒരു പക്ഷേ ഇച്ചിരി പ്രായം കുറഞ്ഞവരുടെ അടുത്ത് നിങ്ങൾ ഈ ഒരു പ്രശ്നം സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ ചിലപ്പം നിങ്ങളുടെ ഈ ഒരു പ്രശ്നം കുറച്ച് വലുതാക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ എന്തായാലും യൂണിവേഴ്സ് നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീരാനുള്ള സമയമായി, നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ വരാനുള്ള സമയമായി, നിങ്ങൾക്ക് തമ്മിൽ സന്തോഷകരമായിട്ടുള്ളൊരു ദാമ്പത്യ ജീവിതം സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായി. ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള വിവാഹം മുടങ്ങിയിരിക്കുകയാണെങ്കിൽ ആ ഒരു വിവാഹമൊക്കെ നടക്കാനുള്ളൊരു സമയമായി. നിങ്ങൾ പ്രണയിക്കുന്നവരാണെങ്കിൽ ആ ഒരു പ്രണയം ബ്രേക്കപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതൊക്കെ റീയൂണിയനുള്ള സമയമായിട്ട് വരികയാണ് കേട്ടോ. നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അനുകൂലമായിട്ടുള്ള നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ യൂണിവേഴ്സ് ഈശ്വരനൊക്കെ കേട്ടിട്ടുള്ള ഒരു ദിവസമാണ് ഇന്നത്തേത്. അതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്നും ചീറ്റിംഗ് അനുഭവപ്പെട്ടത്, അവർക്കൊരു ബോധം വന്നത്, അവർക്കൊരു തിരിച്ചറിവിൻ്റെ ദിവസമായിരുന്നു ഇന്ന് എന്ന് തന്നെ പറയാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം നടന്നിരുന്നത്. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായവും കമൻസായും രേഖപ്പെടുത്തുക. പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനായിട്ട് പേഴ്സണൽ റിച്വൽസും തരുന്നതാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.